ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൺ പീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ മറക്കല്ലേ. ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുകൾ എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി ലൂഫിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴാണ് ലൂഫി അവന്റെ മാസ്റ്റർ പീസ് ഐറ്റമായ ഗം ഗം പിസ്റ്റൾ എല്ലാം പരീക്ഷിക്കുന്നത്. ബാരറ്റനറായ ഈ വരുന്ന ലേഡി ഡെവിൾ ഫ്രൂട്ട് കഴിച്ചാൽ നീന്താൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലൂഫിയാണെങ്കിൽ അവൻ കഴിച്ചത് ഗം ഗം ഫ്രൂട്ടാണെന്നും അവനിനി എല്ലാവരേക്കാളും മികച്ച ആളാകുമെന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഷാങ്ക്സ് വരുന്നത്. ഷാങ്ക്സിനെ കാണുന്ന ലൂഫി അവനെ ടീമിൽ ചേർക്കാമോ എന്ന് വീണ്ടും ചോദിക്കുന്നു. വീണ്ടും നോ ആണ് കേൾക്കുന്നത്. എന്നാൽ അതിലും കൂടുതൽ ലൂഫിയെ വിഷമിപ്പിച്ച കാര്യം ഷാങ്ക്സും ക്രൂവും ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയൊരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലത്രേ. ഷാങ്ക്സിൻ്റെ പൈറേറ്റ് ക്രൂ വൺ പീസ് അന്വേഷിച്ച് യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോഴുള്ള ലൂഫിയുടെ കപ്പൽ കാണുമ്പോൾ നാമി അവിടെ ഇപ്പോഴും ആ ബോക്സ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ഇപ്പോഴും അത് തുറന്ന് മാപ്പ് എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നാമിയെ ഇറിറ്റേറ്റ് ചെയ്ത് ലൂഫി അവളുടെ കൂടെ തന്നെയുണ്ട്. എന്നാൽ ലൂഫിയുടെ കുറുമ്പ് കുറച്ച് കൂടുമ്പോൾ നാമി അവൻ്റെ ആ തൊപ്പി ഊരി വലിച്ചെറിയുന്നു. ആ പറന്നു പോകുന്ന തൊപ്പി കൈക്കലാക്കിയ ശേഷം ലൂഫി നാമിയെ വാൺ ചെയ്യുന്നുണ്ട്. ഈ തൊപ്പിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ടെന്ന്. അവനത് പ്രഷ്യസായ ഒന്നായിരിക്കാം. ഈ സമയം സോറോ ആണെങ്കിൽ അവൻ്റെ ഉറക്കം നശിപ്പിക്കുന്ന രണ്ടുപേരെയും ചെറുതായി വഴക്കു പറയുന്നുണ്ട്. നാമിയുടെ കഷ്ടപ്പെട്ട് ലോക്കർ തുറക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അവൾക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നാമിയുടെ ശ്രമം വിജയിച്ചു. അവൾ ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പ് കരസ്ഥമാക്കി. ഇവിടെ ഈ മാപ്പ് കണ്ടിട്ട് അതിൽ നിന്ന് ഒന്നും മനസ്സിലാകാതെ മണ്ടന്മാരെ പോലെ നിൽക്കുവാണ് ലൂഫിയും സോറയും. അപ്പം നമ്മുടെ നാമി അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നല്ല അടിപൊളിയായിട്ട് ഈ മാപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഈ ടേബിളിൽ ഇതുപോലെ വരച്ചൊക്കെ കാണിച്ചു കൊടുത്ത് ഗ്രാൻഡ് ലൈനിലേക്ക് എത്തിപ്പെടുന്നതിനെ കുറിച്ചാണ് നാമി സംസാരിക്കുന്നത്. ഗ്രാൻഡ് ലൈനിലേക്കുള്ള യാത്ര വളരെ ടഫാണെന്നും മാത്രമല്ല 22 വർഷമായിട്ട് കുറേ പൈറേറ്റുകൾ ശ്രമിച്ചിട്ടും ആ നിധി കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി ചിലപ്പോൾ ഗോൾഡ് റോജറിൻ്റെ ഈ വൺ പീസ് ഒരു മിത്തായിരിക്കുമോ എന്നും നാമി സംശയം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നാമി വളരെ എക്സ്പീരിയൻസ് ആയ പോലെ മാപ്പ് വിശദീകരിക്കുമ്പോൾ ലൂഫി ഭയങ്കര ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ അവൻ അതിനിടയിലൂടെ നാമിക്ക് ഒരു ഓഫർ കൊടുക്കുന്നത്, നമ്മുടെ ഈ ടീമിൽ ഒരു നാവിഗേറ്ററിന് ആവശ്യമുണ്ട്, അത് നീ തന്നെയാണ് നാമി എന്നാണ്. ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പെട്ടെന്നൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നത്. ആകാശത്ത് എന്തോ ഒരു ചുവന്ന സംഭവം പൊട്ടിത്തെറിക്കുന്നു. ആ പുക ശ്വസിച്ച് അവർ 3 പേരും മയങ്ങി വീഴുന്നു. നമ്മുടെ ലൂഫി അതിനിടയിൽ പ്രഷ്യസായ ആ മാപ്പ് വിഴുങ്ങി അവൻ്റെ വയറ്റിൽ ഒളിപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവരുടെ കപ്പൽ ആക്രമിക്കുന്നത് ബഫൂൺ ഫേസുള്ള പൈറേറ്റ് ബഗ്ഗിയുടെ കപ്പലാണ്. ബോധം വരുമ്പോൾ അവർ 3 പേരും വലിയൊരു പെട്ടിക്കുള്ളിലാണ്. മാപ്പ് നഷ്ടപ്പെട്ടു എന്നാലോചിച്ച് അവിടെ നാമി വിഷമിക്കുമ്പോഴാണ് ലൂഫി അവൻ്റെ തൊപ്പി സേഫാണോ എന്ന് നോക്കുന്നത്. അത് കണ്ട് ദേഷ്യം വരുന്ന നാമിയോട് മാപ്പ് സേഫായി അവൻ്റെ വയറ്റിലുണ്ടെന്ന് ലൂഫി പറയുന്നു. ഇതേ സമയം സോറോ ആണെങ്കിൽ ഇതൊക്കെ പൊളിച്ച് പുറത്തു കടക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോറോയും നാമിയും ഇവരെ പിടിച്ചു കൊണ്ടുവന്നത് മറീനുകളാണെന്ന് വിചാരിക്കുമ്പോൾ ലൂഫി അത് മറീനുകളല്ല മറിച്ച് പൈറേറ്റുകളാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. അപ്പോഴേക്കും അവരെ പൂട്ടിയിട്ടിരിക്കുന്ന പെട്ടി തുറക്കുന്നു. അതൊരു സർക്കസ് പോലുള്ള സെറ്റപ്പായിരുന്നു. അവിടെ കുറേ കോമാളികളും പിന്നെ ചങ്ങലക്കിട്ട കുറച്ച് സാധാരണക്കാരും. അവരെ പൈറേറ്റുകൾ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കണം, ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ അവർ എന്തു പറയുന്നതോ അതനുസരിക്കുന്ന കുറച്ച് പാവപ്പെട്ട മനുഷ്യർ. അവിടേക്ക് പൈറേറ്റ് ക്യാപ്റ്റനായ ബഗ്ഗി ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നു. അവിടെ വെച്ച് ലൂഫി അവനെ തിരിച്ചറിയുന്നുണ്ട്. മുൻപ് പോസ്റ്ററിൽ കണ്ട ഓർമ്മ വെച്ച് ബിങ്കി അല്ലെന്ന് ലൂഫി ചോദിക്കുമ്പോൾ ബിങ്കി അല്ല ബഗ്ഗിയാണ്, ബഗ്ഗി ദ ക്ലൗൺ എന്ന് പറഞ്ഞ് അവൻ കുറെ സ്വയം പുകഴ്ത്തുന്നു. പുള്ളിക്കാരൻ കുറച്ചധികം ദേഷ്യക്കാരനാണ്.
ഒന്നുമല്ലാത്ത 3 പേരാണല്ലോ ആക്സ് ആൻഡ് മോർഗൻ്റെ അടുത്തു നിന്ന് മാപ്പ് മോഷ്ടിച്ചതെന്ന് ബഗ്ഗി പുച്ഛിക്കുമ്പോൾ ലൂഫിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുമല്ലാത്തവരല്ല, ഞാൻ പൈറേറ്റുകളുടെ കിങ് ആകാൻ പോകുന്ന മങ്കിടി ലൂഫിയാണ്, അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ട് അവിടെയുള്ളവർ ചിരിക്കുന്നു. ആക്ച്വലി ഇത് കേട്ടിട്ടല്ല, അവിടെ ലഫ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഈ ബന്ദികൾക്ക് ചിരിക്കാതെ വേറെ വഴിയില്ല. ഇതിനുശേഷം ഞാനാണ് ആദ്യം വൺ പീസ് കണ്ടെത്തി പൈറേറ്റുകളുടെ കിങ് ആകാൻ പോകുന്നത് എന്ന തർക്കം ലൂഫിക്കും ബഗ്ഗിക്കും ഇടയിൽ കൊഴുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന സോറോ എല്ലാവരോടുമായി പറയുന്നു, ഞാനാണ് റോറനോവോ സോറ എന്ന്. നിങ്ങൾ പൈറേറ്റുകൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, മര്യാദക്ക് ആയുധം വെച്ച് കീഴടങ്ങിക്കോളൂ, അല്ലെങ്കിൽ ഞാനാരാണെന്ന് നിങ്ങൾ നേരിട്ടറിയും. ഇതൊക്കെ കേട്ടിട്ട് ബഗ്ഗിക്കൊരു കുലുക്കവുമില്ല. ബഗ്ഗി സോറോയെ പുച്ഛിച്ച് സംസാരിക്കുവാണ്. പോരാത്തതിന് അവൻ്റെ ആയുധവുമായി തയ്യാറെടുക്കുന്നു. കൂട്ടത്തിൽ ആയുധങ്ങളുമായി അവൻ്റെ അനുയായികളുമുണ്ട്. ഇതൊക്കെ കണ്ടെന്ന നാമി മുന്നോട്ട് വരുന്നു. എന്നിട്ട്, നീ പറയുന്ന മാപ്പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പകരം അതിലും അമൂല്യമായ ഒന്ന് നിനക്ക് തരാം എന്ന് പറഞ്ഞ് ലൂഫിയുടെ തൊപ്പി മുകളിലേക്കെറിയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ലൂഫി അവൻ്റെ കൈ റബ്ബർ പോലെ വലിച്ചു നീട്ടി ആ തൊപ്പി കൈക്കലാക്കുന്നു. ഇതൊക്കെ കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആ തൊപ്പിയിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ നാമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓടി കൂടാരത്തിന് പുറത്തെത്തുന്ന നാമി നശിച്ചു കിടക്കുന്ന ആ ടൗൺ കണ്ട് വിഷമിക്കുകയാണ്. അപ്പോഴേക്കും ബഗ്ഗിയുടെ ആളുകൾ വന്ന് നാമിയെ പിടികൂടുന്നു. വീണ്ടും ബഗ്ഗിയുടെ മുമ്പിൽ എത്തുന്ന നാമി അവനെ ചോദ്യം ചെയ്യുകയാണ്. നീ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഈ ടൗണും ഇവരുടെ വീടുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നാൽ ബഗ്ഗി ഇതൊന്നും കാര്യമാക്കാതെ മാപ്പിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. മാപ്പ് സേഫായി ലൂഫിയുടെ അടുത്തുണ്ട് എന്നവൻ പറഞ്ഞത് ബഗ്ഗി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നാമിയെയും സോറോയും മറ്റൊരു മുറിയിലേക്ക് അവർ മാറ്റുകയാണ്. എന്നിട്ട് ലൂഫിയെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാനാണ് ബഗ്ഗിയുടെ പ്ലാൻ. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു മറീനായി ജോയിൻ ചെയ്യുന്ന കോബിയെയാണ്. അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ ആക്സ് ആൻഡ് മോർഗന്റെ കൂടെ വൈസ് അഡ്മിറൽ ഗാർപ്പ് വരുന്നുണ്ട്. ഗാർപ്പിനെ കണ്ട കോബി ഇതാരാണെന്ന് നമ്മുടെ മെൽഗപ്പോയോടാണ് ചോദിക്കുന്നത്. മെൽഗപ്പോ കോബിയോട് കുറച്ചധികം പുച്ഛത്തോടെയാണ് മറുപടി പറയുന്നത്. ഇതുപോലും നിനക്കറിയില്ലേ, ഇദ്ദേഹമാണ് പൈറേറ്റുകളുടെ കിങ് ആയ ഗോൾഡ് റോജറിനെ വധിച്ച വൈസ് അഡ്മിറൽ ഗാർപ്പ്. ഗ്രാൻഡ് ലൈനിലേക്കുള്ള മാപ്പ് മോഷണം പോയതിനെ തുടർന്നാണല്ലോ ഗാർപ്പ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിശദീകരണമൊക്കെ മോർഗൻ ഗാർപ്പിന് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ മോർഗൻ പുതുതായി ജോയിൻ ചെയ്ത കോബിയെ പരിചയപ്പെടുത്തുന്നു. ആക്ച്വലി മോർഗനും മറ്റു മറീനുകളും മനസ്സിലാക്കിയത് മെൽഗപ്പോയെ ആക്രമിച്ചത് ലൂഫിയും കൂട്ടരുമാണെന്നാണ്. മാത്രമല്ല, ധൈര്യശാലിയായ കോബിയാണ് മെൽഗപ്പോയുടെ ജീവൻ രക്ഷിച്ചതെന്നും. എന്നാൽ കോബി തന്നെയാണ് മെൽഗപ്പോയെ അടിച്ചിട്ടതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണല്ലോ. എന്തായാലും പുതിയ ധൈര്യശാലിയായ മറീൻ കോബിയെ ഗാർബ് സൂക്ഷിച്ചു നോക്കുമ്പോൾ കോബി നിന്നൊന്നും പരുങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നാമിയെ ഒരു കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ്. ബഗ്ഗിയും കൂട്ടരും തൊട്ടടുത്ത് സോറോയെ ഒരു വീലിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സോറോ കിണഞ്ഞു കിടന്ന് പരിശ്രമിക്കുന്നുണ്ട്. നാമി അവൾ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു കമ്പി എടുത്ത് ഈ പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും ലൂഫിയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ലൂഫി ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് മനസ്സിലാകുന്നില്ല. അവൻ്റെ റബ്ബർ പോലെ വലിയുന്ന 2 കൈയും കാലും മാക്സിമം വലിച്ച് ഇതുപോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ബഗ്ഗി ചോദിക്കുന്നത് അവൻ്റെ മാപ്പ് എവിടെ എന്നാണ്. ആ മാപ്പ് വെച്ച് ഈ കൊച്ചു പയ്യൻ എന്ത് ചെയ്യാനാണെന്നും ഗ്രാൻഡ് ലൈനിൽ 5 മിനിറ്റ് പോലും നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നും ലൂഫിയെ കളിയാക്കുമ്പോൾ ലൂഫി ഒരു കൂസലുമില്ലാതെ തിരിച്ച് മറുപടി കൊടുക്കുന്നു. ഇതൊന്നും ബഗ്ഗിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനാണെങ്കിൽ ലൂഫിയെ കൂടുതൽ വലിച്ചു നീട്ടാൻ വേണ്ടി ഉത്തരവിടുന്നു. ഇതൊന്നും ലൂഫിയെ വേദനിപ്പിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബഗ്ഗി ചോദിക്കുന്നത്, നീ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വൺ പീസ് തേടി ഇറങ്ങിയത്? നിന്റെ നഷ്ടപ്പെട്ട പ്രണയത്തിന് വേണ്ടിയോ അതോ സ്നേഹനിധിയായ നിന്റെ മാതാപിതാക്കളെയോ അതുമല്ലെങ്കിൽ നീ ആരാധിക്കുന്ന ഒരാൾക്ക് വേണ്ടിയോ? ഇത് ചോദിച്ചുകൊണ്ട് എന്തോ ഒന്ന് മനസ്സിലാക്കിയ പോലെ ബഗ്ഗി നമ്മുടെ ലൂഫിയുടെ തൊപ്പി ഊരുന്നു. അതവന് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ഇതിനുള്ള കാരണം ലൂഫി പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു തൊപ്പി വെച്ച് നടക്കുന്ന ഒരു പൈറേറ്റിനെ തനിക്കറിയാമെന്നും
അത് ഒരു ചുവന്ന മുടിയുള്ള ഷാങ്ക്സ് ആണെന്നും ബഗ്ഗി പറയുന്നു. ലൂഫിയുടെ ഇപ്പോഴത്തെ പ്രായമുള്ളപ്പോൾ മുതൽ ബഗ്ഗിയും ഷാങ്ക്സും കൂട്ടുകാരായിരുന്നു. അവർ ഒരു പൈറേറ്റ് ടീമിലെ മെമ്പേഴ്സ് ആയിരുന്നു. ഇവരുടെ സ്വഭാവം ഇത്രയും നേരം കണ്ടത് വെച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഷാങ്ക്സ് ഒരു നല്ലവനും ബഗ്ഗി ഒരു ദുഷ്ടനായ പൈറേറ്റുമാണ് എന്നാണല്ലോ. എന്നാൽ ബഗ്ഗി ഇപ്പോൾ ഷാങ്ക്സുമായി പിരിഞ്ഞതിന് കാരണം ഷാങ്ക്സ് ആണെന്നും പറഞ്ഞ് ഷാങ്ക്സിനെ കുറ്റപ്പെടുത്തി ബഗ്ഗി സംസാരിക്കുന്നു. ഇതൊന്നും തന്നെ ലൂഫിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ബഗ്ഗിയോട് ദേഷ്യപ്പെടുമ്പോൾ ബഗ്ഗി ഉത്തരവിടുന്നത് ലൂഫിയെ മരിക്കുന്നത് വരെ വലിച്ചു നീട്ടാനാണ്. എന്നാൽ ഇത് ചെയ്തിരുന്ന ആ ടൗണിലെ പാവം മനുഷ്യൻ ഇതിനെ എതിർക്കുന്നു. ലൂഫിയെ ഇതിൽ കൂടുതൽ വലിച്ചു നീട്ടി വേദനിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറയുന്ന അയാളെയും മറ്റു മുഴുവൻ ആളുകളെയും പേടിപ്പിക്കുന്നതിനായി അവിടെയുള്ള ഒരു കുട്ടിയെ വേദനിപ്പിക്കാനാണ് ബഗ്ഗി ശ്രമിക്കുന്നത്. എന്നാൽ ഇതു കണ്ട ലൂഫിക്ക് ദേഷ്യമടക്കാനാവാതെ അവൻ്റെ കൈയും കാലും സ്വയം വലിച്ച് ആ ചങ്ങലയ്ക്കുള്ളിൽ നിന്നും അവൻ പുറത്തു കിടക്കുന്നു. എന്നിട്ട് അവൻ്റെ മാസ്റ്റർ പീസ് മൂവായ ഗം ഗം പീസ്റ്റൾ എന്ന് പറഞ്ഞ് കൈ നീട്ടി ബഗ്ഗിയുടെ തലക്കിട്ടൊരു കിക്ക് കൊടുക്കുന്നു. എന്നാൽ ഈ നിമിഷം നമ്മളെ എല്ലാവരും അമ്പരിപ്പിച്ചുകൊണ്ട് ബഗ്ഗിയുടെ തല അവിടെയുള്ള ഒരാളുടെ മടിയിൽ ചെന്ന് വീഴുകയും തിരിച്ച് അവൻ്റെ ദേഹത്തേക്ക് ഫിക്സ് ആകുകയും ചെയ്യുന്നു. അതുകണ്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ലൂഫിയെ പോലെ തന്നെ ബഗ്ഗിയും ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. എന്നാൽ ലൂഫി അവൻ കഴിച്ചത് ഗം ഗം ഫ്രൂട്ടാണെന്ന് പറയുന്നത് പോലെ ബഗ്ഗി പറയുന്നത് അവൻ കഴിച്ചത് ചോപ്പ് ചോപ്പ് ഫ്രൂട്ടാണെന്നാണ്. അതായത് ബഗ്ഗിയുടെ ബോഡിയിലെ എല്ലാ പാർട്സും വേർപെടുത്താനും തിരിച്ച് അതേപോലെ ഫിക്സ് ചെയ്യാനും സാധിക്കും. സോ അവനെ എത്ര കഷ്ണങ്ങളാക്കിയാലും ഒരു കാര്യവുമില്ല. അങ്ങനെ അവൻ അവൻ്റെ കൈ മാത്രം ദേഹത്ത് നിന്ന് വേർപെടുത്തി ലൂഫിയുടെ പുറകിൽ കൊണ്ടുചെല്ലുന്നു. ശേഷം ആ ചുവന്ന സ്മോക്ക് വെച്ച് ലൂഫിയുടെ ബോധം കെടുത്തുന്നു. ഒപ്പം തലക്കിട്ടൊരു ഇടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും പൂട്ടഴിക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നാമി. ആ സമയം അവിടേക്ക് ബഗ്ഗിയുടെ ഒരു ടീം മെമ്പർ വരുന്നുണ്ട്. അവൻ പറയുന്നത് അവൻ്റെ സഹോദരനായ കാബോജിയെ സോറോ മുൻപ് കൊന്നിട്ടുണ്ട്. സോറോ ഒരു പൈറേറ്റ് ഹണ്ടർ ആയതുകൊണ്ട് ഇതുപോലെ ഒത്തിരി പൈറേറ്റുകളെ കൊന്നിട്ടുണ്ട്. സോറോയോട് തീരാത്ത പകയുള്ള ഈ പൈറേറ്റ് സോറോയെ കെട്ടിയിട്ടിരിക്കുന്നവയിൽ ശക്തിയായി കറക്കുന്നു. ശേഷം സോറോയ്ക്ക് നേരെ കത്തികൾ എറിയുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ കോബിയ വൈസ് അഡ്മിറൽ ഗാർപ്പ് അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവന്റെ പരുങ്ങലുകളിൽ നിന്നെല്ലാം മാപ്പ് മോഷ്ടിച്ചവരുടെ കൂട്ടത്തിൽ കോബിയും ഉണ്ടായിരുന്നു എന്ന് ഗാർപ്പ് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ലൂഫിയുടെ കൂടെ കോബിയെ ചിലർ അവിടെ വെച്ച് കണ്ടിരുന്നു. അതുകൊണ്ട് കോബിക്ക് അവൻ്റെ കഥകളെല്ലാം ഗാർപ്പിനോട് പറയാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. മാത്രമല്ല മാപ്പ് മോഷ്ടിച്ച സ്ട്രോ ഹാറ്റ് പൈറേറ്റിൻ്റെ പേര് ലൂഫി എന്നാണെന്ന് കോബി പറയുമ്പോൾ ഗാർപ്പ് നിരാശനാകുന്നുമുണ്ട്. ഗാർപ്പ് അവസാനമായി കോബിയോട് ചോദിക്കുന്നത് നിനക്കിപ്പോഴും ലൂഫിയോട് എന്തെങ്കിലും രീതിയിൽ കടപ്പാടുണ്ടോ എന്നാണ്. കോബി ആ ചോദ്യത്തിന് ഇല്ല എന്നും മറുപടി കൊടുക്കുന്നു. പോരാത്തതിന് ഞാനൊരു മറീനും അവൻ ഒരു പൈറേറ്റുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുമെന്നും ഉറപ്പു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന ഗാർപ്പ് നമുക്കൊരുമിച്ച് ആ സ്ട്രോ ഹാറ്റ് പൈറേറ്റിനെ കണ്ടെത്താമെന്ന് കോബിയോട് പറയുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്നത് പഴയ കാലമാണ്. കൊച്ചു ലൂഫി ഭക്ഷണമൊന്നും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മുൻപ് ഷാങ്ക്സിനോട് പ്രശ്നമുണ്ടാക്കിയ ആ ടീം വരുന്നുണ്ട്. അവരെ കണ്ട് ലൂഫിക്ക് ദേഷ്യം വരുന്നു. അതവൻ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ടീമിന്റെ തലവൻ ലൂഫിയെ എടുത്തുപോക്കി അവിടെ ഒരു വാഗ്വാദമെല്ലാം നടക്കുന്നു. ഇത് കണ്ടുവരുന്ന നമ്മുടെ ഷാങ്ക്സും ക്രൂവും മുൻപത്തെ പോലെ സമാധാനത്തിന്റെ പാതയല്ല, മറിച്ച് അക്രമത്തിന്റെ വഴിയിൽ അവർക്ക് മറുപടി കൊടുക്കുന്നു. അവിടെ അങ്ങനെ ഫൈറ്റ് തകർക്കുമ്പോഴാണ് മറ്റേ ടീമിലെ തലവനെയും അതുപോലെ ലൂഫിയെയും കാണുന്നില്ല എന്ന കാര്യം ഷാങ്ക്സ് നോട്ടീസ് ചെയ്യുന്നത്. ഇതെല്ലാം ഓർത്ത് കണ്ണു തുറക്കുമ്പോൾ ലൂഫി ഉള്ളത് ഒരു ചില്ലിട്ട പെട്ടിക്കുള്ളിലാണ്. അതിൽ കടൽ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. മാപ്പ് എവിടെയാണെന്നറിയാനുള്ള ബഗ്ഗിയുടെ അടുത്ത ശ്രമമായിരുന്നു അത്. കാരണം ഡെവിൾ ഫ്രൂട്ട് കഴിച്ചാൽ അവരുടെ പവറുകളൊന്നും കടൽ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന കാര്യം ബഗ്ഗിക്കും അറിയാമല്ലോ. അപ്പോഴും
ലൂഫിക്ക് അവൻ്റെ ക്രൂ ആയ സോറോയും നാമിയും അവനെ രക്ഷിക്കാനെത്തുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാപ്പ് തരില്ല എന്ന് ലൂഫി പറയുന്നു. ഇതു കേട്ട് ദേഷ്യം വരുന്ന ബഗ്ഗി ശക്തിയായി കടൽ വെള്ളം ആ ബോക്സിലേക്ക് നിറയ്ക്കുന്നു. വെള്ളത്തിൻ്റെ ശക്തി ലൂഫി ഓർക്കുന്നത് ആ ഫൈറ്റിനിടയിൽ അപ്രത്യക്ഷനായ മറ്റേ ടീമിൻ്റെ തലവനും ലൂഫിയും കടലിലൊരു കൊച്ചു വള്ളത്തിൽ ഇരിക്കുന്നതാണ്. ലൂഫിയെ അയാൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു വലിയ ശബ്ദം. ഒരു ഭീമാകാരനായ ജീവി ആ വെള്ളം തട്ടിമറിക്കുന്നു. രണ്ടുപേരും കടലിലേക്ക് തെറിച്ചു വീഴുമ്പോൾ ലൂഫി കടലിൽ മുങ്ങിത്താഴുകയാണ്. പെട്ടെന്നൊരു കൈ വന്ന് അവനെ രക്ഷിച്ച് വള്ളത്തിൽ കയറ്റുന്നു. അത് നമ്മുടെ ഷാങ്ക്സ് ആയിരുന്നു. അപ്പോഴേക്കും ആ വലിയ ജീവി ഇവരെ വിഴുങ്ങാനെന്ന പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി ഇവരുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ ഷാങ്ക്സ് ആണെങ്കിൽ തെല്ലും ഭയമില്ലാതെ ആ ജീവിയുടെ കണ്ണിൽ നോക്കി ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ അതവിടെ നിന്ന് പോകുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്നാശ്വസിക്കുന്ന ലൂഫി അപ്പോഴാണ് ഷാങ്ക്സിന്റെ കൈ ശ്രദ്ധിക്കുന്നത്. തനിക്ക് വേണ്ടി ഷാങ്ക്സ് അവന്റെ ഇടത് കൈ നഷ്ടപ്പെടുത്തിയത് ലൂഫിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിൽ നിന്നും അവർ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലൂഫിക്ക് ആ കടൽ വെള്ളം നിറഞ്ഞ ബോക്സിനുള്ളിൽ ചെറുതായി ബോധം വരുമ്പോഴും എന്റെ തൊപ്പിയിൽ തൊട്ടുപോകരുതെന്നവൻ അലറുന്നുണ്ടായിരുന്നു. ഇതേ സമയം സോറോയെ കറക്കി അവനെ നേരെ എത്ര കത്തിയെറിഞ്ഞിട്ടും സോറോ ഒട്ടും തന്നെ പേടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പൈറേറ്റ് പറയുന്നത്, ബഗ്ഗിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നീ എനിക്കുള്ളതാണ്, നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്നൊക്കെ വീരവാദം മുഴക്കുമ്പോഴേക്കും നാമി ആ പൂട്ട് തുറന്ന് രക്ഷപ്പെട്ട് അവനെ അടിച്ചിടുന്നു. അങ്ങനെ രക്ഷപ്പെട്ട സോറോയും നാമിയും ചേർന്ന് ലൂഫിയെ രക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ ലൂഫിയുടെ അടുത്തേക്കെത്തുന്ന നാമി അവളുടെ സ്റ്റിക്ക് എറിഞ്ഞ് ആ ചില്ല് പൊട്ടിക്കുന്നു. അതിലെ വെള്ളമെല്ലാം പുറത്തോട്ടൊഴുകുമ്പോൾ കൂടെ ലൂഫിയും രക്ഷപ്പെടുന്നു. എന്നാൽ ലൂഫിയുടെ വായിൽ നിന്ന് മാപ്പ് അപ്പോൾ പുറത്തേക്ക് ചാടുന്നു. ബോധം വരുന്ന ലൂഫി അവൻ്റെ തൊപ്പിയെടുക്കുന്നു. അപ്പോഴേക്കും ബഗ്ഗി മാപ്പ് കൈക്കലാക്കുന്നു. മാപ്പ് കിട്ടിയ ബഗ്ഗി ആ സന്തോഷത്തിൽ അട്ടഹസിച്ച് നിൽക്കുമ്പോൾ സോറോ അവൻ്റെ വാൾ വീശി ബഗ്ഗിയുടെ ശരീരമെല്ലാം വെട്ടിനുറുക്കുന്നു. എന്നാൽ ബഗ്ഗിയുടെ ശരീരത്തിൽ ഒരു തുണ്ടുപോലും ചോര പൊടിയുന്നില്ല. മാത്രമല്ല അവൻ്റെ ശരീരം പഴയ പോലെ ഫിക്സ് ആകുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നാമിയും സോറോയും. അപ്പോഴേക്കും ബഗ്ഗി അവൻ്റെ ശരീരഭാഗങ്ങൾ വേർപെടുത്തി പലയിടങ്ങളിൽ നിന്ന് അവരെ ആക്രമിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ലൂഫി ബഗ്ഗിയെ ഇടിക്കുന്നുണ്ടെങ്കിലും ബഗ്ഗിയുടെ ട്രേഡ് മാർക്കായ ചോപ്പ് ചോപ്പ് കാനോൺ എന്ന് പറഞ്ഞ് ബഗ്ഗി ലൂഫിയെ തിരിച്ചാക്രമിക്കുന്നു. ഈ ആക്രമണങ്ങളെ നേരിടാൻ ലൂഫിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ലൂഫി അവിടെ ഉണ്ടായിരുന്ന കുറേ ബോക്സുകൾ ശ്രദ്ധിക്കുന്നത്. ഉടനെ ഒരു ഐഡിയ തോന്നി ലൂഫി നാമിയോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിനുശേഷം ബഗ്ഗിയുടെ കൈയും ഉടലുമെല്ലാം ലൂഫി നാമിക്ക് പാസ് ചെയ്യുമ്പോൾ അവൾ അത് സ്റ്റിക്ക് ഉപയോഗിച്ച് ഓരോ പെട്ടികളിലേക്ക് തട്ടിയിടുന്നു. ഇത് കണ്ട് പ്ലാൻ മനസ്സിലാക്കിയ സോറോയും ഇവരുടെ കൂടെ ഇതുതന്നെ ചെയ്യുന്നു. അവസാനം ബഗ്ഗിക്ക് അവൻ്റെ തലയും കൈപ്പത്തികളും കാൽപാദവും മാത്രമാണ് ബാക്കിയാകുന്നത്. എന്നിട്ടും അഹങ്കാരം തീരാതെ ബഗ്ഗി കിടന്ന് ലൂഫിയെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ലൂഫി ഗം ഗം ബസൂക്ക എന്ന് പറഞ്ഞ് ബഗ്ഗിയുടെ തല ഒരു പന്ത് പോലെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ഇതിനുശേഷം ആ മാപ്പ് എടുത്ത് ലൂഫി നാമിയുടെ കയ്യിൽ കൊടുക്കുന്നു. നീ ഈ മാപ്പ് എനിക്ക് തരുകയാണോ എന്ന് നാമി ചോദിക്കുമ്പോൾ നീയല്ലേ നമ്മുടെ നാവിഗേറ്റർ എന്ന് ഒരു പുഞ്ചിരിയോടെ ലൂഫി പറയുന്നു. ഇവിടെ നിന്ന് പുറത്ത് കടക്കുന്നതിന് മുൻപ് അവർ 3 പേരും കൂടി അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും റിലീസ് ചെയ്യുമ്പോൾ അതിലൊരാൾ ലൂഫിയോട് ചോദിക്കുന്നത് നിങ്ങളാണോ ഞങ്ങളുടെ പുതിയ യജമാനൻ എന്നാണ്. ലൂഫി ഒരു പൈറേറ്റ് ആയതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ലൂഫിയോട് ചോദിക്കുന്നത്. ലൂഫി പറയുന്നത് ഞാനൊരു പൈറേറ്റ് ആണ്, എന്നാൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പൈറേറ്റ് ആണെന്നാണ്. ഇതേ സമയം നമ്മൾ കാണുന്നത് മറീൻ ബേസിൽ ലൂഫിയെയും ടീമിനെയും പിടിക്കാനായി ഗാർപ്പ് എല്ലാവരെയും തയ്യാറാക്കുന്നു. മാത്രമല്ല ലൂഫിയൊക്കെ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അതിൻ്റെ ശിക്ഷയായി ആക്സ് ഹാൻഡ് മോർഗനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൂഫിയെയും ടീമിനെയും കാണുമ്പോൾ അവർ മോചിപ്പിച്ച നാട്ടുകാരെല്ലാം അവരെ യാത്രയാക്കാൻ നിൽക്കുകയാണ്. ഇവരെ സഹായിച്ചതിന് പകരമായി ജനങ്ങൾ അവർക്ക് എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ കാഴ്ചവെക്കുന്നു. അതിൽ നിന്ന് ഒരു സ്നാക്ക് എടുത്ത് കഴിച്ചതിന് ശേഷം ലൂഫിയും കൂട്ടരും അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഷാങ്ക്സും കൂട്ടരും വൺ പീസിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങുമ്പോൾ അവിടെയുള്ളവരോട് യാത്ര പറയുന്നതാണ്. ലൂഫിയാണെങ്കിൽ അവൻ
ഇപ്പോൾ ഈ പൈറേറ്റ് ടീമിൽ ചേരാൻ പ്രാപ്തനായിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരിക്കൽ ഞാനൊരു പൈറേറ്റ് ക്യാപ്റ്റൻ ആകുമെന്നും തൻ്റെ പൈറേറ്റ് ക്രൂവും കപ്പലിൽ വൺ പീസ് കണ്ടെത്താനായി യാത്ര തിരിക്കുമെന്നും പറയുന്നു. അന്ന് ഷാങ്സിൻ്റെയും മറ്റെല്ലാ പൈറേറ്റുകളെക്കാളും വലിയ ക്രൂ ആയിരിക്കും ഞങ്ങളുടേതെന്നും വൺ പീസ് കണ്ടെത്തി പൈറേറ്റുകളുടെ കിങ് ആകുമെന്നും ഷാങ്സിനോട് വാക്ക് കൊടുക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഷാങ്സ് ലൂഫിയെ മോട്ടിവേറ്റ് ചെയ്യാനായി അവനത്രയും പ്രിയങ്കരമായ തൊപ്പി ലൂഫിക്ക് കൊടുക്കുന്നു. നമ്മൾ അടുത്ത തവണ കാണുമ്പോൾ തിരിച്ചു തന്നാ മതി എന്ന് പറയുന്ന ഷാങ്സ് ഇനി കാണുമ്പോൾ നീ മികച്ചൊരു പൈറേറ്റ് ആയിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഷാങ്സ് ആർക്കും കൊടുക്കാത്ത അത്രയും പ്രഷ്യസ് ആയ ആ തൊപ്പി ലൂഫിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അവനെ ഏൽപ്പിക്കുമ്പോൾ ലൂഫിക്ക് എങ്ങനെയാണ് അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കുക? അവനത് ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. ഇപ്പോൾ നടന്ന ബഗ്ഗിയുമായുള്ള പ്രശ്നത്തിൽ ലൂഫിയുടെ തൊപ്പി ചെറുതായി പൊട്ടിയിരുന്നു. എന്നാൽ ലൂഫിക്ക് ആ തൊപ്പി അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുന്ന നാമി അവൻ്റെ തൊപ്പി തുന്നി റെഡിയാക്കി കൊടുക്കുന്നു. അങ്ങനെ ഹാപ്പിയാകുന്ന ലൂഫി അടുത്തത് ഗ്രാൻഡ് ലൈനിലേക്കാണെന്ന് ത്രില്ലടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ട്വിസ്റ്റ് കാണാൻ സാധിക്കുന്നത് നാമി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊച്ചു ഫോണെടുത്ത് ആരെയോ വിളിച്ചറിയിക്കുന്നു. മാപ്പ് എൻ്റെ കയ്യിലുണ്ടെന്ന് അവനോട് പറഞ്ഞോളൂ എന്നാണ്. നാമി ഇപ്പോൾ ആരെയായിരിക്കും വിളിച്ചത്? എന്താണ് നാമിയുടെ ലക്ഷ്യം? അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്.